ആശുപത്രിയുടെ പണികളൊന്നും മുടങ്ങിപ്പോയിട്ടില്ല. പക്ഷെ ഇതൊരു മിസ്റ്റേക്കാണ്. അത് ഞാൻ നിങ്ങളോട് ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഞാൻ കൊടുത്ത കോൺട്രാക്ട് അല്ല, പക്ഷെ അവർ ചെയ്ത തെറ്റിന് ഞാനും ഉത്തരം പറയേണ്ടതുണ്ട്. കാരണം ഞാനൊരു MLA ആണ്, എന്റെ ഉത്തരവാദിത്തത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് എല്ലാവരും വിശ്വസിക്കുന്നു. ഈ നാട്ടിലെ ജനങ്ങൾ ഗണേഷ് കുമാറാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുമ്പോൾ അവിടെ ഒരു അപാകത പറ്റിയാലും അത് ഗണേഷ് കുമാർ തന്നെയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വിരോധമില്ല. ഞാനത് എന്റെ കുറ്റമായി ഏറ്റെടുക്കുന്നില്ലെങ്കിൽ പോലും ആ തെറ്റ് സംഭവിച്ചു. കാരണം അവര് മാറി തന്നില്ല. ഒടുവിൽ അവർ മാറിത്തരാൻ സന്മനസ് കാണിച്ചു. അതൊക്കെ ഒരു ദൈവത്തിന്റെ കരുണയാണ്. അവരൊഴിഞ്ഞു മാറി പുതിയ കമ്പനി വരികയാണ്. പുതിയ കമ്പനി എത്രയും വേഗം വന്ന് പണി തുടങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് മാത്രം പറയുന്നു. ഏതായാലും പുതിയ കമ്പനിക്ക് വേണ്ടിയുള്ള നടപടികളായി ടെൻഡർ തുറന്നാൽ 16-ാം തീയതി പുതിയ കമ്പനി ആരാണെന്നറിയും. അവരാരായാലും ശരി തന്നെ പെട്ടെന്ന് തന്നെ പണി തുടങ്ങാൻ അവരോട് നിർദ്ദേശിക്കാം എന്ന് കിബിയിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രകടിപ്പിക്കുകയാണ്. കാരണം ഈ യോഗം തുടങ്ങുന്നതിന് മുമ്പ് 4 മണിക്ക് മന്ത്രിസഭാ യോഗം, പ്രത്യേക മന്ത്രിസഭാ യോഗം, തിരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ബുധനാഴ്ചയാണ് സാറിന് മന്ത്രിസഭാ യോഗം ഉള്ളത്. പക്ഷേ ഓൺലൈനായി ധാരാളം ഫയലുകൾ തീർപ്പാക്കേണ്ടതുണ്ട്. ധാരാളം വിഷയങ്ങൾ, സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന ധാരാളം വിഷയങ്ങൾ തീർപ്പാക്കാനുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് 4-4:15 മണിയോടുകൂടി ആരംഭിച്ച മന്ത്രിസഭാ യോഗമാണ്. അതിപ്പോൾ തീർന്നേ ഉള്ളൂ. അതിൽ ബഹുമാനായ റവന്യൂ മന്ത്രി ഞാനും എല്ലാം ഓൺലൈനിലൂടെ പങ്കെടുക്കുകയാണ്. അദ്ദേഹം ഈ പരിപാടിയിൽ ഓൺലൈനിലായി പ്രത്യക്ഷം വരും. കാരണം അദ്ദേഹം തൃശ്ശൂരിലാണ് ഉള്ളത്. എല്ലാ മന്ത്രിമാരും പല സ്ഥലങ്ങളിലാണെങ്കിലും അടിയന്തരമായി നാളെയും മന്ത്രിസഭാ യോഗമുണ്ട്. നാളെയും വൈകിട്ട് 7 മണിക്ക് വീണ്ടും ഓൺലൈനിലൂടെ മന്ത്രിസഭാ യോഗമുണ്ട്. അപ്പോൾ ധാരാളം പ്രധാനപ്പെട്ട വിഷയങ്ങൾ, പല സ്ഥലത്തെയും പട്ടയമടക്കമുള്ള വിഷയങ്ങൾ, പത്തനാപുരത്തെ കനാൽ പറമ്പോക്കിലെ പട്ടയമടക്കമുള്ള വിഷയങ്ങൾ മന്ത്രിസഭ പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് വൈകിയെന്ന് ആദ്യം തന്നെ ഞാൻ പറയുകയാണ്. നമ്മളിവിടെ നമ്മുടെ ADM പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും മോശാവസ്ഥയിലുള്ള ഒരേ ഒരു വില്ലേജ് ഓഫീസേ ഉണ്ടായിരുന്നുള്ളൂ. അത് പട്ടാഴി വടക്കേക്കരയായിരുന്നു. അതിന് നമുക്ക് പരിഹാരമായി ബഹുമാനപ്പെട്ട മന്ത്രി നമുക്ക് ഏതാണ്ട് 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ അനുവദിച്ചു തന്നുകൊണ്ട് എന്നെ ഇങ്ങോട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ യോഗത്തിൽ പറയുകയുണ്ടായി. ഞാൻ വികസന യാത്ര നടത്തുന്ന സമയത്ത് നമ്മളിവിടെ യോഗം ചേർന്നപ്പോൾ ഞാൻ പറഞ്ഞു, മന്ത്രി എന്നെ വിളിച്ച് ഇങ്ങോട്ട് ചോദിച്ചു, ചേട്ടാ ഇനി വില്ലേജ് ഓഫീസ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പട്ടാഴി വടക്കേക്കര വില്ലേജ് ഓഫീസാണ് നമുക്ക് മോശം അവസ്ഥയിലുള്ളത്. വില്ലേജ് ഓഫീസ് പണിയുക എന്നുള്ള മാത്രമല്ല, വില്ലേജ് ഓഫീസിലെ കംപ്ലീറ്റ് ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം മാറി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി മേലിലയിലെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. വളരെ മനോഹരമായ ഓഫീസാണ്. കാരണം നമുക്ക് എല്ലാ സൗകര്യവും 23ഓളം വരുന്ന സർട്ടിഫിക്കറ്റുകൾ കമ്പ്യൂട്ടർ വഴി ജനങ്ങൾക്ക് ഓൺലൈനിലൂടെ നൽകുന്ന സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന് മന്ത്രി ശ്രീ കെ രാജന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞു എന്നുള്ള അഭിമാനകരമായ കാര്യമാണ്. 23 സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ഓൺലൈനായി ലഭിക്കും. മാത്രമല്ല, ഈ വില്ലേജ് ഓഫീസ് എന്ന് പറയുമ്പോൾ കുറേ ഫയലുകളെല്ലാം വാരികെട്ടി വെച്ചേക്കുന്ന ഒരു മനസ്സിൽ പതിയുന്ന ഒരു ചിത്രം അതാണ്. അത് മാറുകയാണ്. ഉദ്യോഗസ്ഥരും സന്ദർശകരും ഇരിക്കുന്ന കസേരകൾ പോലും അത്യന്താധുനികമായി മാറുന്ന സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാണ് ഇന്ന് കേരളത്തിലുള്ളത്. പത്തനാപുരം നിയമമണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ രാജൻ മന്ത്രിയായതിനു ശേഷം അദ്ദേഹം നമുക്ക് എത്ര ചക്കോരിക്കൽ, വിളക്കുടി തുടങ്ങി മേലില തുടങ്ങി നമുക്ക് 5 വില്ലേജ് ഓഫീസുകൾ അദ്ദേഹം നമുക്ക് നൽകി. അതിന് മുമ്പ് തന്നെ നമുക്ക് ശ്രീ ചന്ദ്രശേഖരൻ മന്ത്രിയാകുമ്പോൾ കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൽ നമുക്ക് തലവൂർ വില്ലേജ് ഓഫീസ് നമുക്ക് നവീകരിക്കാൻ കഴിഞ്ഞു. പിന്നെ പിടവൂരാണ് വില്ലേജ് ഓഫീസർ. പിടവൂർ വില്ലേജ് ഓഫീസ് വലിയ തകരാറില്ല. പ്രവന്തൂരിലും അതുപോലെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്ന സംവിധാനത്തിലാണ് ഇരിക്കുന്നത്. പൊളിച്ചു പണിയാനുള്ള കാലമായിട്ടല്ല. ഒരു ഗവൺമെന്റ് കെട്ടിടം പണിഞ്ഞാൽ മിനിമം 15 കൊല്ലമെങ്കിലും കഴിയാതെ പൊളിക്കാൻ പറ്റില്ല. പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് പണിയാൻ പറ്റില്ല. പക്ഷേ ഇവിടുത്തെ സ്ഥിതി അതല്ല. നമ്മൾ മോശാവസ്ഥയിൽ തന്നെയാണ്. അതുകൊണ്ട് ആ കെട്ടിടം പൂർണ്ണമായി പൊളിച്ച് മനോഹരമായ കെട്ടിടം വരും. മനോഹരമായ കെട്ടിടം വരുന്ന മാത്രമല്ല, സന്ദർശകർക്ക് വലിയ സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവും. സന്ദർശകർക്ക് ആവശ്യമായ എല്ലാ ടോയ്ലറ്റ് സൗകര്യങ്ങളും മാത്രമല്ല, അവിടെ വരുന്ന സന്ദർശകർ ഇരിക്കാനുള്ള കസേരകൾ, വെയിറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, കാത്തിരിക്കുന്നവർക്ക് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കാൻ, മാഗസീനൊക്കെ വായിച്ചുകൊണ്ടിരിക്കാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ ആധുനികമായ എല്ലാ സൗകര്യം വില്ലേജ് ഓഫീസ് എന്ന സങ്കല്പം തന്നെ മാറ്റിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് വരാൻ പോകുന്നത്. അത് വളരെ നമുക്ക് സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. തുടങ്ങിയ എല്ലാ ചക്കോരിക്കൽ വില്ലേജ് ഓഫീസൊക്കെ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലായിരുന്നു. വണിതിട്ടതിന്റെ പുറത്ത് ചോർന്നൊലിക്കുന്നതുകൊണ്ട് നീല കളറുള്ള പടുത വിരിച്ചിരുന്നു, ചോർന്നൊലിക്കുന്നുണ്ട്. അങ്ങനെ മാറി. അതുപോലെ വളരെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു നമ്മുടെ വിളക്കുടിയിലെ വില്ലേജ് ഓഫീസ്. അതും സ്മാർട്ട് വില്ലേജ് ഓഫീസായി മാറി. ഇപ്പം മേലിലെ വില്ലേജ് ഓഫീസ് പഴയ കെട്ടിടമായിരുന്നു. അതിപ്പം വളരെ വേഗത്തിൽ തന്നെ പണി പൂർത്തിയാക്കി. നിർമ്മിതി കേന്ദ്രമാണ്, സംസ്ഥാന നിർമ്മിതിയാണ് അത് ചെയ്തത്. ഈ ബിൽഡിംഗ് ചെയ്യുന്ന ഹൗസിംഗ് ബോർഡാണ്. ഹൗസിംഗ് ബോർഡിനോട് എനിക്ക് പറയാനുള്ളത്, വളരെ വേഗത്തിൽ പണി തീർക്കണം, ആ ക്വാളിറ്റി നിലനിർത്തണം. സംസ്ഥാന നിർമ്മിതി നിർമ്മിച്ചതാണ് ഈ 3 വില്ലേജ് ഓഫീസ് ഞാൻ പറഞ്ഞത്. ഈ 3 വില്ലേജ് ഓഫീസ് മനോഹരമായി. വെട്ടിക്കോല വില്ലേജ് ഓഫീസ് നേരത്തെ തന്നെ പണിയാൻ കഴിഞ്ഞു 1ാം പിണറായി സർക്കാരിൽ. അതിന് ഈ ഇപ്പൊ ചുറ്റുമതിലില്ല. നമ്മൾ വെട്ടിക്കോല ജംഗ്ഷനും ചക്കോരയ്ക്ക് തിരിയുന്ന ജംഗ്ഷനിൽ അവിടെ ചുറ്റുമതിൽ ഉണ്ടായിരുന്നാലും ഇപ്പൊ ചുറ്റുമതിലോടുകൂടി അത് വളരെ സുരക്ഷിതമായി. അതും സ്മാർട്ട് വില്ലേജ് ഓഫീസാണ്. നമ്മുടെ എല്ലാ വില്ലേജ് ഓഫീസുകളും പട്ടാഴി വടക്കേക്കരയിലെ വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസ് ആകുന്നതോടെ നമ്മുടെ എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് വില്ലേജ് ഓഫീസ് ആവുകയാണ്. അവിടെയുള്ള സേവനങ്ങൾ വളരെ വേഗത്തിലാകും.
പത്തനാപുരം പഞ്ചായത്തിലെ പത്തനാപുരം വില്ലേജ് ഓഫീസ് നമ്മൾ സിവിൽ സ്റ്റേഷനിലാണ് കിടക്കുന്നത്. അത് സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുമ്പോൾ തന്നെ താഴത്തെ നില നമ്മൾ വില്ലേജ് ഓഫീസിന് വേണ്ടി മാറ്റിവെക്കുകയും മുകളിൽ തഹസീൽദാരുടെ താലൂക്ക് ഓഫീസാക്കി മാറ്റുകയും ചെയ്തു. മാത്രമല്ല ഇപ്പോൾ താലൂക്ക് സപ്ലൈ ഓഫീസും കൂടി അതിന്റെ മുകളിലേക്ക് ആ കെട്ടിടത്തിലേക്ക് തന്നെ വന്നു. അങ്ങനെ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പുരോഗതിയുടെ പാതയിൽ റവന്യൂ വകുപ്പ് വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ നമ്മൾ അനുമോദിക്കേണ്ടതുണ്ട്. കമൂഞ്ചേരിയിലെ ദേവസ്വം പട്ടയം എന്ന പേരിൽ കിട്ടാതിരുന്ന പട്ടയം 84 പട്ടയമാണ് കഴിഞ്ഞ ദിവസം നമുക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞത്. അത് റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ അക്ഷീണമായ പരിശ്രമമാണ്. ഈ SIR-മായി ബന്ധപ്പെട്ടൊക്കെ വളരെ തിരക്കിട്ട ജോലികൾ ഉണ്ടായിട്ട് പോലും അവരെ അതിന് വീഴ്ച വരുത്താതെ സർവേ ചെയ്യുകയും ചെയ്തു. അതുപോലെ പുനലൂരിന്റെയും പത്തനാപുരത്തിന്റെയും വ്യാപിച്ചു കിടക്കുന്ന വനഭൂമി പട്ടയത്തിന്റെ ഏതാണ്ട് അതിന്റെ സർവേ പൂർത്തിയായി. 2000-ലധികം പ്രോപ്പർട്ടികൾ സർവേ ചെയ്ത് കഴിഞ്ഞു. സ്ഥലങ്ങൾ അതിന് 2700-ലധികം ആണ് ഉള്ളത്. അതിൽ 2000-ഓളം ഇപ്പൊ സർവേ ചെയ്ത് കഴിഞ്ഞു. 700 എണ്ണം കൂടി സർവേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലേക്ക് ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വനഭൂമി പട്ടയം 2700-ലധികം വനഭൂമി പട്ടയമാണ് പിറവന്തൂർ, പത്തനാപുരം, പുന്നല വില്ലേജുകളിലായി നമുക്ക് വിതരണം ചെയ്യാൻ കഴിയുന്നത്. അത് വലിയൊരു നേട്ടമാണ്. അങ്ങ് ചെമ്പനരുവി വരെയുള്ള പ്രദേശങ്ങൾ, ഇനി പത്തനാപുരം നിയമമണ്ഡലത്തിന്റെ പാടം മാങ്കോട് തുടങ്ങി അവിടുന്ന് അങ്ങോട്ട് അങ്ങ് ചെമ്പനരുവി വരെയുള്ള പ്രദേശങ്ങളിൽ ഈ വനഭൂമി പട്ടയം നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെയാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ വളരെ പുരോഗമനപരമായ തീരുമാനമാണ് കനാലിന്റെ വർഷങ്ങളായി 50 വർഷത്തിലധികം കനാല് നിർമ്മിച്ച കാലം മുതൽ അതിന് ശേഷം അവിടെ ചെറിയ വീട് വെച്ച് അവിടെ വീടില്ലാത്തവർ അവിടെ തുറസായി കിടന്ന ഒഴിഞ്ഞു കിടന്ന സ്ഥലങ്ങളിൽ പാർപ്പിടം ഉറപ്പിച്ചിരുന്നു. അവർ 50 വർഷമായി അവര് മനസ്സിന് വേദനയോടെ കഴിയണം. 50-ലധികം വർഷമായിട്ട് അവര് ഞങ്ങൾക്ക് കിടന്നുറങ്ങുന്ന ഭൂമിക്ക് ഞങ്ങളുടെ സ്വന്തമല്ല, ഞങ്ങൾക്ക് അതിലൊരു വിലയുമില്ല എന്ന് ചിന്തിക്കുന്ന തരത്തിൽ സർക്കാരിന്റെ ഒരു ആനുകൂല്യം കിട്ടൂല. വൈദ്യുതി കണക്ഷനുണ്ട് എല്ലാവർക്കും, പക്ഷെ മറ്റൊരു ആനുകൂല്യവും പഞ്ചായത്തിൽ നിന്ന് വരുന്ന മറ്റൊരു ആനുകൂല്യം, ഒരു നല്ല വീട് വെക്കാൻ ലൈഫിൽ കൊടുക്കുന്ന ഒരു ആനുകൂല്യം, ഇതൊന്നും കിട്ടാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അവർക്ക് ഏതാണ്ട് 750-ലധികം ആളുകൾ 780-ലധികം ആൾക്കാരുണ്ട്. അവർക്ക് പട്ടയം കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. കേരളത്തിൽ ആദ്യമായി കനാലിന് വേണ്ടി ഏറ്റെടുത്ത സ്ഥലത്ത് പുറമ്പോക്കിൽ താമസിക്കുന്ന പാവപ്പെട്ടവർക്ക് പട്ടയമില്ലാത്തവർക്ക് മുഴുവൻ പട്ടയം കൊടുക്കാൻ കഴിഞ്ഞ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ADM-നോട് പറഞ്ഞു, അദ്ദേഹം തിങ്കളാഴ്ച ചൊവ്വാഴ്ച കൂടി നമുക്ക് കുറെ പട്ടയമെങ്കിലും കൊടുക്കാൻ കഴിയും. പട്ടയം റെഡിയാണ്. നമ്മൾ എല്ലാ സർവേയും കാര്യങ്ങളെല്ലാം തഹസീൽദാരുടെ നേതൃത്വത്തിൽ 2 വില്ലേജിലും, അതുപോലെ പുന്നല വില്ലേജിലും പത്തനാപുരം വില്ലേജിലും പൂർണ്ണമായി 2 വില്ലേജും പൂർണ്ണമായി തന്നെ സർവേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വനഭൂമി ഉൾപ്പെടാത്ത ഭാഗങ്ങളിലുള്ള മുഴുവൻ പട്ടയവും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു 10-200 പട്ടയമെങ്കിലും ഈ ആഴ്ചയിൽ തന്നെ കൊടുക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പേ കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കനാൽ പുറമ്പോക്കിൽ പട്ടയമില്ല എന്നുള്ളൊരു പരാതി മാറ്റുന്നതിന് ബഹുമാനായ ജലസേചന മന്ത്രിയും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും ഞാൻ മുന്നോട്ട് വെച്ച ആ ആശയത്തോട് ഞാനും പുനലൂർ MLA ആയ ശ്രീ സുബാലെ, ഞങ്ങൾ രണ്ടുപേരും അക്ഷീണമായി വേണ്ടി പരിശ്രമിച്ചവരാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയത്തോട് പൊരുത്തപ്പെടുകയും മന്ത്രിസഭാ യോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടു. കാരണം ഉദ്യോഗസ്ഥന്മാരെല്ലാം കനാൽ പുറമ്പോക്കിൽ പട്ടയം കൊടുക്കുന്നതിനെതിരെ നിന്നെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞങ്ങൾ കാണുകയും ഞാൻ പ്രത്യേകം അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹം നേരിട്ട് ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് പാവങ്ങൾക്ക് പട്ടയം കൊടുക്കേണ്ടതാണ്. ഇത് പട്ടയം കൊടുക്കുകയും ഭവനമില്ലാത്തവന് ഭവനവും ഭൂമിക്ക് ഭൂമിയില്ലാത്തവന് ഭൂമി, ഉടമസ്ഥാവകാശമില്ലാത്തവന് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകുക എന്ന ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ആ പ്രഖ്യാപിത ലക്ഷ്യം ഏതാണ്ട് 5 ലക്ഷത്തോളം പട്ടയമാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ കൊടുക്കാൻ കഴിഞ്ഞെന്നാൽ ഒരു വർഷം 1 ലക്ഷം പട്ടയം എന്നുള്ള കണക്കിൽ 5 വർഷം കൊണ്ട് 5 ലക്ഷം പട്ടയം പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞു. അവരുടെ ഭൂമിയുടെ അവകാശികളാക്കി അവരെ മാറ്റാൻ കഴിഞ്ഞ സർക്കാരാണ്. ആ സർക്കാർ പത്തനാപുരം നിയമമണ്ഡലത്തിൽ ഈ വനഭൂമി പട്ടയവും കനാൽ പുറമ്പോക്കലെ പട്ടയവും കവുഞ്ചേരി പട്ടയവും കൂടെ കൊടുത്തു കഴിയുമ്പോൾ ഏതാണ്ട് 1000, 1200, 1500-ഓളം പട്ടയം നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ മാത്രം, നമ്മുടെ ഈ താലൂക്കിൽ മാത്രം. നമ്മൾ ഈ താലൂക്ക് വിട്ട് കൊട്ടാരക്കര താലൂക്കിൽ വെട്ടിക്കോല മേലിലെ പഞ്ചായത്തുണ്ട്. ഈ കനാൽ പട്ടയം വരുമ്പോൾ ഒരു 5-6 പട്ടയം മാത്രമേ ഉള്ളൂ. ചക്കൂരിക്കൽ ഭാഗത്ത് 5-6 കുടുംബങ്ങളാണ് കനാൽ പുറമ്പോക്കി താമസിക്കുന്നത്. അതുകൂടി കൂട്ടി നോക്കിയാൽ 10,500 പട്ടയം നമുക്ക് ഈ വനഭൂമി പട്ടയം കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 3000-ലധികം, എന്നാൽ 2800-ഓളം പട്ടയമുണ്ട്. അതും അതിന്റെ കൂടെ ഈ കനാൽ പട്ടയവും കങ്ങൂഞ്ചേരി പട്ടയം കൊടുത്താൽ ഒരു 4000, 3000, 4000-ന് മേളിൽ പട്ടയം, 5000-ഓട് അടുപ്പിച്ച് പട്ടയം പത്തനാപുരം നിയമമണ്ഡലത്തിൽ മാത്രം കൊടുക്കാൻ കഴിയും. അതിലിപ്പം വനഭൂമി പട്ടയത്തിന്റെ മാത്രമേ താമസമുള്ളൂ. ബാക്കി 2 അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി വേണം. അതൊഴിച്ച് ബാക്കി 2 പട്ടയം, കമുഞ്ചേരി പട്ടയവും കൊടുത്തു തുടങ്ങി. ഇനി കനാൽ പുറമ്പോക്കിലെ പട്ടയവും കൊടുത്തു തുടങ്ങാനുള്ള നടപടിയായിട്ടുണ്ട്. അത് വരുന്നതോടെ റവന്യൂ വകുപ്പിൽ നിന്ന് നമുക്ക് കിട്ടിയ സേവനം വളരെ വലുതാണ്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ, ADM-ന്റെ നേതൃത്വത്തിൽ, തഹസീൽദാരും എല്ലാവരും ചേർന്നുകൊണ്ട് അക്ഷീണമായ പരിശ്രമം, പ്രത്യേകമായി മന്ത്രി ഇടപെട്ട് 24 സർവേയർമാരെയാണ് പത്തനാപുരത്തിനും പുനലൂരിനും വേണ്ടി പ്രത്യേകമായി നിയമിച്ചത്. അവരെ അക്ഷീണം പ്രവർത്തിച്ചു. കാരണം ഈ
കമൂഞ്ചേരിയുടെ പിടവൂർ പനമ്പറ്റ ഭാഗം, അതായത് തലവൂർ ഭാഗത്ത് റീസർവേ കഴിഞ്ഞ സ്ഥലമാണ്. മറുവശത്ത് പുറവന്തൂരിന്റെ ഭാഗത്ത് റീസർവേ ചെയ്ത സ്ഥലമല്ല. അതിൽ ഒറ്റ വാർഡിൽ, കമൂഞ്ചേരി ഒറ്റ വാർഡിൽ മാത്രമാണ് ഈ കിടക്കുന്ന 233 അപേക്ഷകളുള്ള പട്ടയത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ദേവസ്വം പട്ടയമല്ല എന്ന് ഞാൻ നിയമസഭയുടെ പെറ്റീഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരിക്കുമ്പോൾ ഒരു അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് അപേക്ഷയിന്മേൽ നടത്തിയ പരിശോധനയിൽ ഇത് ദേവസ്വം ബോർഡിന്റെ ഭൂമിയല്ല എന്ന് കണ്ടെത്തി. അതോടുകൂടി ഇത് റവന്യൂ ഭൂമിയാണ് എന്ന് നമ്മൾ കണ്ടെത്താൻ കഴിയുകയും റവന്യൂ വകുപ്പ് അപ്പം തന്നെ പട്ടയം കൊടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തതുകൊണ്ടാണ് നമുക്ക് കമൂഞ്ചേരിയിൽ പട്ടയം കൊടുക്കാൻ കഴിഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ 45-50 വർഷമായി കമൂഞ്ചേരിയിൽ താമസിച്ചിരുന്ന ആളുകളും വിശ്വസിച്ചിരുന്നത് ഇത് ക്ഷേത്രത്തിൻ്റെതാണ്, ഇത് ദേവസ്വം ബോർഡിൻ്റെതാണ്. ഈ പട്ടയത്തിന് വെറുതെ ഒരു പേര്, ദേവസ്വം പട്ടയം എന്നൊരു പേര്. സത്യത്തിൽ ദേവസ്വവും ഈ പട്ടയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ദേവസ്വവും ഈ ഭൂമിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കമൂഞ്ചേരി പാലം നിർമ്മിച്ചത് ഞാനാണ്. കമൂഞ്ചേരി പാലം നിർമ്മിക്കുന്നതിനും അക്കരെ ഇക്കരെ കമൂഞ്ചേരി ഉണ്ട്. ക്ഷേത്രത്തിന് 4 ഏക്കർ 5 സെന്റ് സ്ഥലം ക്ഷേത്രത്തിന്റെ വകയുണ്ട്. അതല്ലാതെ ദേവസ്വം ബോർഡിന്റെ ഭൂമി അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ആ ഭൂമിയാണെന്ന നിലയിൽ ദേവസ്വം പട്ടയം എന്ന് പറഞ്ഞു ഇപ്പോഴും പേര് ദേവസ്വം പട്ടയം എന്നാണ്. പക്ഷെ ദേവസ്വം പട്ടയം അല്ലായിരുന്നു അത്. അതല്ലായിരുന്നു എന്ന് നിയമസഭാ കമ്മിറ്റിയിൽ MLA-മാരുടെ കമ്മിറ്റിയുടെ ചെയർമാനായി ഞാൻ നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി, പരാതികൾ പരിഹരിക്കുന്ന കമ്മിറ്റിയിൽ 5 വർഷമായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം ആ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ആൾ ഞാനാണ്. ആ കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ ഞാൻ ദേവസ്വം ബോർഡിനെയും റവന്യൂ വകുപ്പിനെയും എല്ലാം വിളിച്ചു വരുത്തി ഈ ഒരു പരാതി, ഞങ്ങളൊരു പരാതി തയ്യാറാക്കി, കമൂഞ്ചേരിക്കാരുടെ ഒരു പരാതി തയ്യാറാക്കി. അതിൽ അന്വേഷിച്ചപ്പോൾ ദേവസ്വം ബോർഡ് പറഞ്ഞു ഈ ഭൂമി ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഭൂമി അത് കഴിഞ്ഞ ദിവസം ഇതിന്റെ വിതരണം ചെയ്യുന്ന പരിപാടിയിൽ ഓൺലൈനായി പങ്കെടുത്ത മന്ത്രി തന്നെ പറഞ്ഞു, ഗണേഷ് കുമാറാണ് ഇത് കണ്ടുപിടിച്ചത്. ഇത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അതുപോലെ വനം മന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ ഹരികൃഷ്ണൻ എന്നൊരു DFO ഉണ്ടായിരുന്നു പത്തനാപുരത്ത്. അതായത് DFO ആണ്, ഇപ്പോൾ അദ്ദേഹം മൂന്നാറിലാണ്. ഹരികൃഷ്ണൻ പത്തനാപുരത്ത് റേഞ്ച് ഓഫീസറായിരിക്കുമ്പോഴാണ് ഈ ജോയിന്റ് വെരിഫിക്കേഷൻ, വനഭൂമിയും നമ്മളും ചേർന്ന് ജോയിന്റ് വെരിഫിക്കേഷൻ 91 കണ്ടു കഴിഞ്ഞാൽ ആ ജോയിന്റ് വെരിഫിക്കേഷൻ ചെയ്ത ഫയൽ കാണാതെ പോയി. എവിടെയും കാണാനില്ല, പത്തനാപുരത്തില്ല, പുനലൂരില്ല, എവിടെയില്ല. അങ്ങനെ ഹരികൃഷ്ണൻ എവിടെയോ തപ്പി പോയ പറക്കാടുകളിടയിൽ നിന്ന് ഈ ഫയൽ കിട്ടുകയാണ്. ആ ഫയലിൽ നിന്നാണ് ഈ വനഭൂമി പട്ടയം. ഹരികൃഷ്ണൻ എന്ന് പറയുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ, ഇപ്പൊ DFO ആണ്, നേരത്തെ റേഞ്ച് ഓഫീസറായിരുന്നു. നല്ല വണ്ണമുള്ളതാണ്, നിങ്ങൾ കണ്ടിരുന്നു, പത്തനാപുരത്തുള്ള ചെറുപ്പക്കാരനാണ്, നല്ല തടിയുള്ള ചെറുപ്പം. നമ്മുടെ അയാളാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഞാൻ മന്ത്രിയായി 2011 വനം മന്ത്രിയായിരിക്കുമ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, സാറേ ഇത് കിട്ടി എന്ന് പറഞ്ഞു. എവിടെയും കാണാതിരുന്ന രേഖകൾ കണ്ടെത്തി കൊണ്ടുവന്നത്. തെന്മലയാണെന്ന് തെന്മല തപ്പി, എല്ലായിടം തപ്പി, പക്ഷേ ഹരികൃഷ്ണനാണ് അത് കണ്ടുപിടിച്ചുകൊണ്ട് വന്നത്. അതിനെ തുടർന്നാണ് നമ്മൾ ഈ ഒരു ജോയിന്റ് വെരിഫിക്കേഷൻ ഫയൽ കിട്ടിയതോടുകൂടി നമ്മളിത് മുന്നോട്ട് നീക്കി. ആ പട്ടയവും നമുക്ക് കിട്ടുകയാണ്. സർക്കാരിന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമുണ്ട്, ഭൂമിയില്ലാത്തവർക്കെല്ലാം ഭൂമി, ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇല്ലാത്തവരുടെ ഉടമസ്ഥാവകാശം. ഇത് ഈ അടുത്ത കാലത്ത് ചെങ്ങറയിലും ഇതെല്ലാം തന്നെ അവർക്കെല്ലാം പട്ടയം കൊടുക്കാൻ കഴിഞ്ഞു, അരിപ്പയിൽ കൊടുക്കാൻ കഴിഞ്ഞു. അതെല്ലാം വലിയ ജനകീയ സമരങ്ങൾ നടന്ന സ്ഥലങ്ങളാണ്. അവിടെയെല്ലാം പട്ടയം കൊടുത്ത് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകാൻ കഴിഞ്ഞ ഇടതുമുന്നണി സർക്കാരിന്റെ ഏറ്റവും വലിയ പട്ടാഴി വടക്കേക്കരയ്ക്ക് ലഭിച്ച ഏറ്റവും പുതിയ സമ്മാനമാണ് ഈ വില്ലേജ് ഓഫീസ്. അത് നമ്മൾ പുതുക്കി പണിയാൻ പോകുന്നു. അതിന് പണം നൽകിയ ബഹുമാനപ്പെട്ട മന്ത്രിയോടുള്ള ശ്രീ മന്ത്രി കെ രാജനുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാം, ഈ റോഡിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ നിങ്ങൾക്ക് വേണ്ട. ഈ റോഡ് പണിഞ്ഞുകൊണ്ടിരുന്ന ഒരു വടക്കേ ഇന്ത്യൻ കമ്പനിയാണ്. ആ കമ്പനിയെ ഈ പണിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് പുതിയ കമ്പനിക്കുള്ള ടെൻഡർ, ഇന്ന് ടെൻഡർ ഷോർട്ട് നോട്ടീസ് ടെൻഡറാണ്. ഇന്ന് ടെൻഡർ വെക്കാനുള്ള 3 മണി വരെയാണ് ഇന്ന് ടെൻഡർ വെക്കാനുള്ള സമയം. ആ ടെൻഡർ വെക്കാനുള്ള സമയം കഴിഞ്ഞു. 1-2 കമ്പനികൾ കോട്ട് ചെയ്തിട്ടുണ്ട്. 24 കോടി രൂപയ്ക്കാണ് ബാക്കി വർക്ക് വരുന്നത്. അതിൽ ടാർ ചെയ്യാനുള്ള പണി ആദ്യം ചെയ്യും. മറ്റ് പണികൾ, സിമന്റ് കൊണ്ടുള്ള പണി, കലങ്ങ്, ഓട, പാലം, ഇതെല്ലാം അവർ പണിയും. ആദ്യം ഈ നിങ്ങൾക്ക് വിഷമം വേണ്ട, അടിയന്തരമായി ഈ റോഡ് ടാറ് ചെയ്ത് ബാക്കി ചെയ്യാനുള്ള സ്ഥലം ഈ റോഡിൽ മാത്രമല്ല, അങ്ങ് അരിമുക്ക് മുതൽ കറവൂര്, പുന്നല, പത്തനാപുരം വരെയും, പത്തനാപുരം പള്ളിമുക്കിയും തുടങ്ങി മഞ്ചള്ളൂർ വഴി ഇങ്ങ് ഏനാത്ത് വരെയുള്ള റോഡിൽ ഇനി ടാർ ചെയ്യാനുള്ള ഭാഗങ്ങൾ ആദ്യം ടാർ ചെയ്യും. അത് ടാർ ചെയ്ത് യാത്രായോഗ്യമാക്കി, പൂർണ്ണമായി യാത്രായോഗ്യമാക്കിയതിനു ശേഷം മറ്റു പണികൾ അവർ ചെയ്യും. 24 കോടിയുടെ വർക്കാണ്. ഇന്ന് ടെൻഡർ ഡേറ്റ് അവസാനിച്ചു. പല കമ്പനികളും പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അവർ പങ്കെടുത്തു കഴിഞ്ഞാൽ 16-ാം തീയതി ഇത് തുറക്കും. ഷോർട്ട് നോട്ടീസ് ടെൻഡറാണ്. 16-ാം തീയതി തുറക്കുമ്പോൾ ഏത് കമ്പനിക്കാണ് ഇത് ലഭിക്കുന്നത് അറിയാം. ബാക്കി പണി ചെയ്യുന്നത് ആ കമ്പനി ആയിരിക്കും. മറ്റേ കമ്പനി, ഹിന്ദിക്കാരെ കമ്പനി, അവർ തമ്മിലടിച്ച്, അവരെ വ്യക്തിപരമായ കാര്യമാണ്, അവർ പിരിഞ്ഞു. അവർക്ക് അത് നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ മാറിക്കൊടുത്തു. അവർ മാറിക്കൊടുത്തതുകൊണ്ട് നമ്മൾ അടിയന്തരമായി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് ഇതിന് വളരെ വേഗത്തിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ടുള്ള കിഫ്ബിയുടെ CEO ശ്രീ എബ്രഹാം സാർ, അദ്ദേഹം വളരെ ആത്മാർത്ഥമായി, വളരെ പഴയ ചീഫ് സെക്രട്ടറിയാണ്, ആത്മാർത്ഥമായി പ്രവർത്തിച്ച് അതിനെ
കരകയറ്റിയിട്ടുണ്ട്. 16-ാം തീയതിയോടുകൂടി നമുക്ക് ആരാണ് കോൺട്രാക്ടർ എന്നറിയാം. അവർ ബാക്കി പണി അടിയന്തരമായി തുടങ്ങും. അതിന് തടസ്സമൊന്നും പിടിക്കാൻ ആരും വരാതിരുന്നാൽ മതി. അവർ തുടങ്ങിയത് അങ്ങ് തീർക്കട്ടെ. ഇത് നമുക്കൊരു ശാപമാകരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ പണി തീർക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഒരാശങ്കയും വേണ്ട. നമ്മുടെ ആശങ്ക ഈ ഹിന്ദി വടക്കേ ഇന്ത്യൻ കമ്പനിയെ കുറിച്ചായിരുന്നു. ആ വടക്കേൻ കമ്പനി ഇപ്പം പിക്ചറിൽ നിന്ന് മാറി. അവർ മാറിയിട്ട് പുതിയ കമ്പനി 16-ാം തീയതി, ആരാണ് കോൺട്രാക്ടർ എന്ന് 16-ാം തീയതി അറിയാം. അവർ വരുന്നതോടുകൂടി പണി തുടങ്ങുകയും തീർക്കുകയും ചെയ്യും. ഇനി അതിനെക്കുറിച്ച് ഒരു ആശങ്ക ആർക്കും വേണ്ട. ആ ആശങ്ക ഞാൻ പറയേണ്ടതിന്റെ ചുമതലയാണ്. കാരണം ഒരു MLA എന്ന നിലയിൽ തുടങ്ങിയ വർക്കുകളെല്ലാം ഞാൻ തീർത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പട്ടാഴിയിൽ നിന്ന് പോകുന്ന ചെളിക്കുഴിക്ക് പോകുന്ന വഴി, കുടകത്തോട് ആ റോഡ്, സർവ്വ റോഡുകളും ഞാൻ നന്നാക്കി. മെതുവമ്മയിൽ നിന്ന് പത്തനാപുരം അങ്ങ് പൊലിക്കോട് വരെ പോകുന്നുണ്ട്. സർവ്വ റോഡും പണിത റോഡിൽ പണി കുഴപ്പിച്ചത് ഈ ഹിന്ദിക്കാർ മാത്രമേ ഉള്ളൂ, ഈ വടക്കേ ഇന്ത്യക്കാർ മാത്രമേ ഉള്ളൂ. വേറെ ഒരു പണി, ഒരു അംഗൻവാടിയുടെ പണി പോലും പത്തനാപുരത്ത് തുടങ്ങിയിട്ട് മുടങ്ങിപ്പോയിട്ടില്ല. ആശുപത്രിയുടെ പണികളൊന്നും മുടങ്ങിപ്പോയിട്ടില്ല. പക്ഷെ ഇതൊരു മിസ്റ്റേക്കാണ്. അത് ഞാൻ നിങ്ങളോട് ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഞാൻ കൊടുത്ത കോൺട്രാക്ട് അല്ല, പക്ഷെ അവർ ചെയ്ത തെറ്റിന് ഞാനും ഉത്തരം പറയേണ്ടതുണ്ട്. കാരണം ഞാനൊരു MLA ആണ്, എന്റെ ഉത്തരവാദിത്തത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് എല്ലാവരും വിശ്വസിക്കുന്നു. ഈ നാട്ടിലെ ജനങ്ങൾ ഗണേഷ് കുമാറാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുമ്പോൾ അവിടെ ഒരു അപാകത പറ്റിയാലും അത് ഗണേഷ് കുമാർ തന്നെയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വിരോധമില്ല. ഞാനത് എന്റെ കുറ്റമായി ഏറ്റെടുക്കുന്നില്ലെങ്കിൽ പോലും ആ തെറ്റ് സംഭവിച്ചു. കാരണം അവര് മാറി തന്നില്ല. ഒടുവിൽ അവർ മാറിത്തരാൻ സന്മനസ് കാണിച്ചു. അതൊക്കെ ഒരു ദൈവത്തിന്റെ കരുണയാണ്. അവരൊഴിഞ്ഞു മാറി പുതിയ കമ്പനി വരികയാണ്. പുതിയ കമ്പനി എത്രയും വേഗം വന്ന് പണി തുടങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് മാത്രം പറയുന്നു. ഏതായാലും പുതിയ കമ്പനിക്ക് വേണ്ടിയുള്ള നടപടികളായി ടെൻഡർ തുറന്നാൽ 16-ാം തീയതി പുതിയ കമ്പനി ആരാണെന്നറിയും. അവരാരായാലും ശരി തന്നെ പെട്ടെന്ന് തന്നെ പണി തുടങ്ങാൻ അവരോട് നിർദ്ദേശിക്കാം എന്ന് കിബിയിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരാശ്വാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ K. രാജൻ അവറുകളെ ഈ വില്ലേജ് ഓഫീസ് മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.